വിശുദ്ധ നിക്കോളസ് ടൊളന്റിനോ. ഫെർമോ രൂപതയിലെ സാന്റ് ആഞ്ചലോയിൽ ഏതാണ്ട് 1245 വിശുദ്ധ നിക്കോളസ് ടൊളന്റിനോ ജനിച്ചത്. വിശുദ്ധന്റെ മാതാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു വിശുദ്ധ നിക്കോളസ്. മധ്യവയസ്കനായിരുന്നിട്ടും കുട്ടികൾ ഉണ്ടാവാതിരുന്നതിനെ തുടർന്ന് വിശുദ്ധന്റെ മാതാവ് തന്റെ ഭർത്താവിന്റെ കൂടെ ബാരിയിലെ വിശുദ്ധ നിക്കോളാസിന്റെ ദേവാലയത്തിലേക്കൊരു തീർത്ഥയാത്ര നടത്തി. ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു മകനുണ്ടാവുകയാണെങ്കിൽ അവനെ ദൈവസേവനത്തിനായി സമർപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. അപ്രകാരം അവർക്കൊരു മകനുണ്ടാവുകയും അവർ അവന് നിക്കോളാസ് എന്ന് പേരിടുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ ആ കുട്ടി ഒരു വിശുദ്ധന്റേതായ അസാധാരണമായ അടയാളങ്ങൾ കാണിക്കുവാൻ തുടങ്ങി. അവന് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പർവ്വതങ്ങളിൽ താൻ കണ്ടിട്ടുള്ള സന്യാസിമാരെ അനുകരിച്ച് അവനും തന്റെ വീടിന്റെ അടുത്തുള്ള ഗുഹയിൽ രഹസ്യമായി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. നിക്കോളാസിന് പ്രായമായപ്പോൾ അവൻ അഗസ്തീനിയൻ ഫ്രിയാർ സഭയിൽ ചേർന്നു. അവന്റെ ദയയും മാന്യമായ പെരുമാറ്റവും നിരീക്ഷിച്ച മേലധികാരികൾ അവനെ ആശ്രമ കവാടത്തിങ്കൽ പാവങ്ങൾക്ക് ഭക്ഷണം ദാനം ചെയ്യുന്ന ദൗത്യമേൽപ്പിച്ചു. 1271 വിശുദ്ധൻ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും വളരെയേറെ ഭക്തിയോടുകൂടി തന്റെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം എപ്പോഴൊക്കെ വിശുദ്ധൻ ദിവ്യബലി അർപ്പിക്കുന്നുവോ തന്റെ ജ്വലിക്കുന്ന സ്നേഹത്തിന്റെ അഗ്നിയിൽ തിളങ്ങുന്നതായി കാണപ്പെടാറുണ്ടായിരുന്നു. നിക്കോളാസ് തന്റെ അവസാന 30 വർഷങ്ങൾ ടൊളന്റിനോയിലാണ് ചിലവഴിച്ചത്. അക്കാലത്ത് അവിടെ ഗുയേൽഫുകളും ഗീബൽസിയനുകളും തമ്മിൽ നിരന്തര ലഹളയിലായിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ വിശുദ്ധന് മാത്രമേ കഴിഞ്ഞുള്ളൂ. തെരുവുതോറുമുള്ള പ്രബോധനങ്ങൾ വിശുദ്ധന്റെ അപ്പോസ്തോലിക പ്രവർത്തനത്തിന്റെ വിജയം അപാരമായിരുന്നു. സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അവൻ പറഞ്ഞിരുന്നത് എന്ന് വിശുദ്ധന്റെ ജീവചരിത്രം എഴുതിയ വിശുദ്ധ അന്റോണിൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ നിക്കോളസിന്റെ അവസാന 5 വർഷക്കാലം അദ്ദേഹം കിടപ്പിലായിരുന്നു. ഇക്കാലയളവിൽ വിശുദ്ധൻ ഒരുപാട് സഹനങ്ങൾ അനുഭവിക്കുകയുണ്ടായി. 1305 ടൊളന്റിനോയിൽ തന്റെ സന്യാസ സമൂഹത്തിന്റെ നടുവിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. 1345 ഒരു അൽമായ സഹോദരൻ തിരുശേഷിപ്പുകളായി ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി വിശുദ്ധന്റെ ഭൗതിക ശരീരത്തിൽ നിന്നും കരങ്ങൾ മുറിച്ചെടുത്തു. അതിനാൽ ഇത്തരം സംഭവങ്ങൾ മേലിൽ സംഭവിക്കാതിരിക്കുന്നതിനായി അവിടുത്തെ സന്യാസികൾ വിശുദ്ധന്റെ ഭൗതിക ശരീരം രഹസ്യമായി വെച്ചു. എന്നാൽ അത് പിന്നീട് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ മുറിച്ചെടുക്കപ്പെട്ട കരങ്ങൾ സുരക്ഷിതമായി ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും അതിൽ നിന്നും രക്തം പ്രവഹിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണയായി സഭയിലോ ലോകത്തോ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്രകാരം രക്തം പ്രവഹിക്കുന്നതെന്ന് പറയപ്പെടുന്നു.